റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നാം നടത്തിയിട്ടുള്ള ബഹുമുഖമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള മുന്നേറ്റം സംബന്ധിച്ച് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ പൊതുമണ്ഡലത്തിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കിട്ടിയിട്ടുള്ള പ്രാമുഖ്യം സംബന്ധിച്ച് ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഒട്ടേറെ വിശദമായി തന്നെ പല കാര്യങ്ങളും സൂചിപ്പിച്ചു. വളരെ ദീർഘമായി കാര്യങ്ങൾ സംസാരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എഡ്രാക്ക് എന്ന് പറയുന്നത് 2003 എറണാകുളത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 50 റെസിഡൻസ് അസോസിയേഷനുകളാണ് എറണാകുളം ഡിസ്ട്രിക്ട് റെസിഡൻസ് അസോസിയേഷൻ സഫെക്സ് കൗൺസിൽ നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് 1784 റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായി കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കാകെ മാതൃകയായി വളരാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് എഡ്രാക്ക്. റെസിഡൻസ് അസോസിയേഷനുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ സ്പർശിക്കാൻ കഴിയുന്ന കൂട്ടായ്മകളാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും തൊട്ടുമുകളിലുള്ള വേറെ ഒരുപാട് ഘടകങ്ങളിൽ ഒരുപാട് തലത്തിലുള്ള കൂട്ടായ്മകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ ഉണ്ട്. പക്ഷേ ഈ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് റെസിഡൻസ് അസോസിയേഷനുകൾ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും അവന്റെ ആവശ്യങ്ങളിൽ അവനോട് ചേർന്ന് നിൽക്കാനും അവനെ ചേർത്ത് നിർത്താനും അവന്റെ പ്രശ്നങ്ങളിൽ താങ്ങും തണലുമാകാനും എല്ലാം കഴിയുന്ന ഒന്നായി റെസിഡൻസ് അസോസിയേഷനുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയ പരിഗണനകളില്ല, ലിംഗഭേദമില്ല, അസമത്വങ്ങളില്ല. എല്ലാവരെയും ഒരുപോലെ കാണാനും ഒരേ പൊതുവായ പ്രശ്നങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളുടെ ഏറ്റുമുട്ടൽ റെസിഡൻസ് അസോസിയേഷനിൽ വരിക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവ്യമില്ല. കാരണം എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ അവരുടെ ഏറ്റവും സാധാരണ നിലയിൽ അവരുടെ കോമണായ അവരുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് റെസിഡൻസ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ റെസിഡൻസ് അസോസിയേഷനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല നിലകളിൽ കൊണ്ടുപോകുന്നതിന് എന്താണ് നമ്മൾ ചെയ്യാൻ കഴിയുന്നത്? മേഖലാ കമ്മിറ്റിയുടെ കാര്യം കൂടെ പരിശോധിക്കും. ഓരോ റെസിഡൻസ് അസോസിയേഷനുകളും അത്തരം ഒരു പരിശോധന നടത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ എല്ലാം വ്യക്തി ജീവിതത്തിലും റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നിയമരംഗത്ത് അതാണ് സൂചിപ്പിച്ചത്. സ്റ്റാറ്റ്യൂട്ടറി